ഹൗ ടു കോമ്പോസിറ്റ് എ മൾട്ടിപാസ് റെൻഡർ. കോമ്പോസിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഒരു മൾട്ടിപാസ് റെൻഡറിനെ കോമ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത്. 3D സോഫ്റ്റ്വെയറിൽ ലൈറ്റ് ടെക്സ്ചറുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു മൾട്ടിപാസ് കോമ്പോസിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ആഫ്റ്റർ എഫക്ട്സ്, ഫൗണ്ടറി, ന്യൂക്ക്, ബ്ലാക്ക് മാജിക്, ഫ്യൂഷൻ ഏത് കോമ്പോസിറ്റിംഗ് ടൂളുകളും മൾട്ടിപാസ് കോമ്പോസിറ്റിംഗിനായി യൂസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിനായി യൂസ് ചെയ്യുന്നത് 3D ആനിമേഷൻ VFX കോമ്പോസിറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പോപ്പുലറായ ഫൗണ്ടറി ന്യൂക്ക് എന്ന സോഫ്റ്റ്വെയർ ആണ്. ലേണിംഗ് പർപ്പസിനായി ന്യൂക്ക് നോൺ കൊമേഴ്ഷ്യൽ വേർഷൻ അവൈലബിൾ ആണ്. 3D സോഫ്റ്റ്വെയറിൽ ലൈറ്റും ടെക്സ്ചറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ലൈറ്റ് ടെക്സ്ചറുമായി മൾട്ടിപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് ഷെയ്ഡിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. മൾട്ടിപാസ് റെൻഡറിന്റെ ടേമിൽ പറഞ്ഞാൽ ലൈറ്റിനെ റോ ലൈറ്റ് എന്നും ടെക്സ്ചറിനെ ആൽബഡോ എന്നും ഷെയ്ഡിങ്ങിനെ ഡിഫ്യൂസ് എന്നും വിളിക്കാം. ഞാനിവിടെ ഈ ഒരു എക്സാമ്പിളിനായിട്ട് യൂസ് ചെയ്യുന്നത് അർണോൾഡ് റെൻഡറാണ്. അർണോൾഡ് മൾട്ടിപാസസ് അറിയപ്പെടുന്നത് AOVs എന്നാണ്. ആർബിറ്ററി ഔട്ട്പുട്ട് വേരിയബിൾസ് എന്നാണ് AOVsന്റെ ഫുൾ ഫോം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മൾട്ടിപാസ് കോമ്പോസിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അസീം സാഹിബ്. വെൽക്കം ടു സാഹിബ്സ് റൂം ലേണിംഗ് ചാനൽ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അർണോൾഡ് റെൻഡറിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട മൾട്ടിപാസ് EXR ആണ്. മൾട്ടിപാസ് EXR ഇമേജിൽ നിന്ന് പാസുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഷഫിൾ നോഡ് യൂസ് ചെയ്യാം. അർണോൾഡ് AOVsൽ റോ ലൈറ്റ് എന്ന പാസ് അവൈലബിൾ അല്ല. പകരം ഡിഫ്യൂസ് ആൻഡ് ഡിഫ്യൂസ് ആൽബഡോ എന്നുള്ള പാസുകളാണ് ഇവിടെ അവൈലബിൾ ആവുക. ഡിഫ്യൂസ് ആൻഡ് ഡിഫ്യൂസ് ആൽബഡോ വെച്ച് എങ്ങനെ നമുക്ക് റോ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലേക്ക് ഒന്ന് ചെല്ലാം. ഡിഫ്യൂസ് ഈക്വൽ ടു ആൽബഡോ ഇൻറ്റു റോ ലൈറ്റ്. ഇതിനെ സോൾവ് ചെയ്ത് ഡിഫ്യൂസ് ഡിവൈഡഡ് ബൈ ആൽബഡോ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റോ ലൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ തിയറി നമ്മുടെ കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ലൈ ചെയ്യാം. മെർജ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. മെർജ് നോഡിൻ്റെ ഓപ്പറേഷൻ ഡിവൈഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ബി പൈപ്പ് ഡിഫ്യൂസ് ആൽബഡോയിലേക്കും എ പൈപ്പ് ഡിഫ്യൂസിലേക്കും കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ മെർജിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നത് റോ ലൈറ്റ് ആണ്. ഈ റോ ലൈറ്റിനെ വീണ്ടും നമ്മുടെ ടെക്സ്ചറുമായി മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു മെർജ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. മെർജ് നോഡിനെ മൾട്ടിപ്ലൈ എന്നുള്ള ഓപ്പറേഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ബി പൈപ്പ് ഡിഫ്യൂസ് ആൽബഡോ അതായത് ടെക്സ്ചറുമായി കണക്ട് ചെയ്യുന്നു, റീകണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ റിസൾട്ടാണ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡിഫ്യൂസ്. ഈ ഒരു റിസൾട്ടിലേക്ക് തിരിച്ചു വരാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും പാടുപെട്ട് നമ്മൾ ഇങ്ങനെയൊരു നോഡ് ഗ്രാഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അർണോൾഡ് പാസസിൽ ഡിഫോൾട്ടായിട്ട് ലഭിക്കുന്ന ഡിഫ്യൂസ് പാസിനെ കളർ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൂമിനൻസ് കറക്ഷൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലൈറ്റും ടെക്സ്ചറും ഒരുമിച്ചാണ് കറക്റ്റ് ചെയ്യപ്പെടുക. കാരണം ഡിഫ്യൂസ് എന്ന് പറയുന്നത് ലൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ടെക്സ്ചർ ആണ്. പക്ഷേ നിങ്ങൾ ഇതേപോലെ സെപ്പറേറ്റ് ഒരു നോഡ് ഗ്രാഫിലൂടെ റോ ലൈറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റോ ലൈറ്റ് ആണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്ചർ ആണ്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട്, അതായത് റോ ലൈറ്റിനെയും ടെക്സ്ചറിനെയും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു നോഡ് ഗ്രാഫിൽ നമുക്കിപ്പോൾ നമ്മുടെ റോ ലൈറ്റിനെയും ടെക്സ്ചറിനെയും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് മറ്റ് പാസുകൾ കോമ്പോസിറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ ഡിവൈഡിന് പുറമെ മൾട്ടിപാസ് കോമ്പോസിറ്റിംഗിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഓപ്പറേഷനാണ് ആഡ് ഓർ പ്ലസ്. ഗ്ലോ, ഫോഗ് പോലുള്ള എഫക്ട്സുകൾ കോമ്പോസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ സ്ക്രീൻ പോലെയുള്ള ഓപ്പറേഷൻസും യൂസ് ചെയ്യാറുണ്ട്. ഷാഡോ, ആംബിയന്റ് ഒക്ലൂഷൻ പോലെയുള്ള പാസുകൾ കോമ്പോസിറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ എന്നുള്ള ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഷാഡോ കോമ്പോസിറ്റ് ചെയ്യാൻ മറ്റൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഷാഡോ പാസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ഷഫിൾ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഷഫിൾ നോഡ് റീഡറിലേക്ക് കണക്ട് ചെയ്യാണ്. ഷാഡോ മാറ്റ് പാസ് ചൂസ് ചെയ്യുന്നു. ഷാഡോയുടെ RGB ചാനൽസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യുന്നു. ഷാഡോ മാറ്റിൻ്റെ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ഓർ ബ്ലൂ ഏതെങ്കിലും ഒരു ചാനൽ ഞാൻ RGB ആൽഫയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കളർ കറക്ഷൻ നോഡായിട്ടുള്ള ഗ്രെയിൻ നോഡ് യൂസ് ചെയ്യുകയാണ്. ഗ്രെയിൻ നോഡ് റോ ലൈറ്റിൻ്റെ പോർഷനിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അതേപോലെ ആ ഗ്രെയിൻ നോഡിൻ്റെ മാസ്ക് ഷാഡോയുമായി കണക്ട് ചെയ്യുന്നു. ഇതിലൂടെ ഷാഡോ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഷാഡോയെ കൂടുതൽ ഡാർക്കണാക്കാം, ഷാഡോ ഏരിയ കൂടുതൽ ബ്രൈറ്റ് ആക്കി മാറ്റുകയും ചെയ്യാം. ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ഷാഡോ കറക്റ്റ് ചെയ്യാനായിട്ട്, ഷാഡോ കോമ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതേപോലെ തന്നെ ഞാൻ അടുത്തത് ആംബിയന്റ് ഒക്ലൂഷനാണ് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആംബിയന്റ് ഒക്ലൂഷൻ വേണ്ടിയിട്ട് ഒരു ഷഫിൾ നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഷഫിൾ നോഡിനെ ഞാൻ റീഡറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആംബിയന്റ് ഒക്ലൂഷൻ പാസ് ചൂസ് ചെയ്യുന്നു. മെർജ് നോഡിലൂടെ മൾട്ടിപ്ലൈ എന്ന ഓപ്പറേഷനിലൂടെ നോഡ് ഗ്രാഫിലേക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ആംബിയന്റ് ഒക്ലൂഷൻ്റെ എഫക്റ്റ് വളരെ അധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മെർജിൻ്റെ മിക്സിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മെർജിൻ്റെ മിക്സ് കുറച്ച് കൊണ്ടുവരുന്നതിലൂടെ ആംബിയന്റ് ഒക്ലൂഷൻ്റെ എഫക്റ്റിനെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവൈലബിൾ ആയിട്ടുള്ള അടുത്ത പാസ് സ്പെക്യുലർ ആണ്. ഷഫിൾ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, റീഡറിലേക്ക് കണക്ട് ചെയ്യുന്നു, സ്പെക്യുലർ പാസ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. മെർജ് നോഡ് ക്രിയേറ്റ് ചെയ്യുക, ഓപ്പറേഷൻ പ്ലസ് സ്പെക്യുലർ പാസുമായി കണക്ട് ചെയ്യുന്നു. സ്പെക്യുലർ പാസസ് നമ്മൾ പ്ലസ് എന്നുള്ള ഓപ്പറേഷനിലൂടെയാണ് കണക്ട് ചെയ്യുക. വളരെ കുറച്ച് പാസുകൾ മാത്രമേ ഞാൻ ഈ ഒരു കോമ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇതേ രീതിയിൽ തന്നെ സബ് സർഫസ് പാസുകളും ട്രാൻസ്മിഷൻ പാസുകളും എമിഷൻ പാസുകളും നിങ്ങൾക്ക് കോമ്പോസിറ്റ് ചെയ്യാം. പ്ലസ് ഓപ്പറേഷൻസ് ആണ് ഈ ഒരു പാസുകൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുക. മൾട്ടിപാസ് കോമ്പോസിറ്റിങ്ങിൻ്റെ മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ പാസസിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ പാസസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിഫ്യൂസിന് പകരമായി യൂസ് ചെയ്തിരിക്കുന്നത് ഡിഫ്യൂസ് ഡയറക്റ്റ് എന്നുള്ള പാസാണ്. അതായത് ഡയറക്റ്റ് ലൈറ്റും ഇൻഡയറക്റ്റ് ലൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിഫ്യൂസ് ഡയറക്റ്റ് എന്നുള്ള പാസും അതേപോലെ തന്നെ ഡിഫ്യൂസ് ഇൻഡയറക്റ്റ് എന്നുള്ള പാസും യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫ്യൂസ് ഡയറക്റ്റ് പാസിനെ റോ ലൈറ്റ് എന്നും ഡിഫ്യൂസ് ഇൻഡയറക്റ്റ് പാസിനെ റോ GI എന്നും തരംതിരിക്കാം. ഇതിലൂടെ നമുക്ക് ഡയറക്റ്റ് ലൈറ്റിനെയും ഇൻഡയറക്റ്റ് ലൈറ്റിനെയും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പാസസിനെ ഒരു മെർജ് നോഡ് പ്ലസ് ഓപ്പറേഷനിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. മെർജ് ചെയ്ത റിസൾട്ടിനെ ടെക്സ്ചർ അല്ലെങ്കിൽ ഡിഫ്യൂസ് ആൽബെഡോയുമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിലൂടെ നമുക്ക് വീണ്ടും നമ്മുടെ റോ ലൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിഫ്യൂസ് ആൽബെഡോയിലൂടെ ടെക്സ്ചർ പാസും സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അതിലേക്ക് വീണ്ടും നമ്മുടെ റോ ലൈറ്റിനെ മൾട്ടിപ്ലൈ നോഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റോ ലൈറ്റിന് ഇൻബിറ്റ്വീനായി ഷാഡോ ഗ്രേഡ് നോഡിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആംബിയന്റ് ഒക്ലൂഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെക്യുലാറിലേക്ക് വരുമ്പോൾ സ്പെക്യുലാറിലും നമുക്ക് ഡയറക്റ്റ് സ്പെക്യുലാറും ഇൻഡയറക്റ്റ് സ്പെക്യുലാറും അവൈലബിൾ ആണ്. ആ രണ്ട് പാസുകളെയും മെർജ് പ്ലസ് ഓപ്പറേഷനിലൂടെ മെർജ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അത് വീണ്ടും നമ്മുടെ മറ്റ് പാസുകളുമായി മെർജ് ഓപ്പറേഷനിലൂടെ പ്ലസ് ചെയ്തിരിക്കുന്നു. സെയിം മെത്തേഡിലുള്ള മറ്റൊരു കോമ്പോസിറ്റിംഗ് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഡിഫ്യൂസ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ഇൻഡയറക്റ്റ് പാസുകൾ മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫ്യൂസ് ഡയറക്റ്റിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് പാസുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3D സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ലൈറ്റിനും ഓരോ ഡിഫ്യൂസ് ഡയറക്റ്റ് പാസും ഡിഫ്യൂസ് ഇൻഡയറക്റ്റ് പാസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ റോ ലൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റും അതേപോലെ തന്നെ റോ GI അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റിനെയും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിഫ്യൂസ് ഡയറക്റ്റ് പാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3D സോഫ്റ്റ്വെയറിൽ ഫ്രണ്ട് പോർഷനിൽ നിന്നുള്ള ഒരു ലൈറ്റ് ഡിഫ്യൂസ് ഡയറക്റ്റ് പാസിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലൈറ്റിൻ്റെ ഡിഫ്യൂസ് ഡയറക്റ്റ് കിട്ടും. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ടോപ്പ് ഓരോ ലൈറ്റിൻ്റെയും ഡയറക്റ്റ് ഡിഫ്യൂസ് പാസുകൾ അവൈലബിൾ ആണ്. ഈ റോ GI എന്നുള്ള ഈ ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഡിഫ്യൂസ് ഇൻഡയറക്റ്റ് പാസുകളും ഓരോ ലൈറ്റിനും സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ഓരോ ലൈറ്റിനെയും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു ലൈറ്റിനെ എനിക്ക് ലൈറ്റ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഫ്രണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ലൈറ്റിനെ എനിക്ക് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട് ലൈറ്റിൻ്റെ ഡിഫ്യൂസ് ഡയറക്റ്റ് പാസിലേക്ക് വരാം. അവിടെ ഒരു കളർ കറക്ഷൻ നോഡ് അല്ലെങ്കിൽ ലൂമിനൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ എനിക്ക് ആ ലൈറ്റിനെ ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോ ലൈറ്റിനെ മാത്രമായും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കോമ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മെത്തേഡുകളെല്ലാം സെയിം ആണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സാധാരണ ഡിഫ്യൂസ് പാസ് തന്നെയാണ്. പക്ഷേ ആ ഡിഫ്യൂസ് പാസിനെ തന്നെ സെപ്പറേറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് പാസുകളായിട്ടും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പാസുകളായിട്ടും തരംതിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. കളർ കറക്ഷൻ ചെയ്യുന്നതിന് മുമ്പായി ടെക്സ്ചർ നോഡിനെ അൺപ്രീമൾട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 3D സോഫ്റ്റ്വെയറിൽ നിന്ന് വരുന്ന ഇമേജ് ഓൾറെഡി പ്രീ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള ഇമേജാണ്. ന്യൂക്കിൽ നമ്മൾ അതിനെ കളർ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അൺപ്രീ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുമ്പായി അതിനെ പ്രീമൾട്ട് ചെയ്യുക.
കളർ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഞാനൊരു അൺപ്രീ മൾട്ടും പ്രീ മൾട്ടും യൂസ് ചെയ്യുന്നുണ്ട്. റോ ലൈറ്റിൽ അൺപ്രീ മൾട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൾട്ടിപാസ് കോമ്പോസിറ്റിങ്ങിനെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സ്പെക്കുലാർ പാസും ഇതേപോലെ തന്നെ ഡയറക്റ്റ് സ്പെക്കുലാർ, ഇൻഡയറക്റ്റ് സ്പെക്കുലാർ എന്നുള്ള രീതിയിൽ ലൈറ്റിനെ ബേസ് ചെയ്ത് തന്നെ തരംതിരിച്ചിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു കാര്യം ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, ഞാനൊരു ഡബിൾ സ്റ്റെപ്പ് ഗ്ലോ എന്ന് പറയുന്ന രീതിയിൽ സ്പെക്കുലാർ പാസസിന് ചെറിയൊരു ഗ്ലോ എഫക്ട്സ് ആഡ് ചെയ്തതിന് ശേഷം അതിനെ സ്ക്രീൻ എന്നുള്ള രീതിയിൽ മറ്റ് പാസുകളുമായി ഒരു മെർജ് നോഡ് വഴി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ആനിമേഷൻ, VFX, ഗെയിം ഡിസൈനിങ് രംഗത്ത് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.